ഇത് ഞാൻ പ്രതീക്ഷിച്ച കാര്യം തന്നെയാ. അന്വേഷണം നടക്കുകയാണെങ്കിൽ ആദ്യം പോലീസ് വരുന്നത് ചന്ദ്രോത്തേക്കാവും. എന്തായാലും നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കെവിനെ, എന്റെ വിറയിൽ ഇതുവരെ മാറിയിട്ടില്ല. ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി വന്നപ്പോ ഡിവൈസ് പിരിക്കുന്നതുകൊണ്ട് ഞാനങ്ങ് സ്തംഭിച്ചു പോയി. അയാളുടെ ഓരോ വാക്കുകളും എന്നെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാ. ആ ചിരിയിൽ ഒരുപാട് അർത്ഥമുള്ളതുപോലെ തോന്നുന്നു. അർത്ഥം മാങ്ങാ തൊലി. എടാ, നിന്റെ ഭാര്യയെ കാണാൻ അങ്ങേരെ വന്നത്. പിന്നെ ഋഷിയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. ചന്ദ്രോത്തുമായി ഋഷിക്കും അവന്റെ അമ്മയ്ക്കുമുള്ള പ്രശ്നങ്ങൾ ആ DVSPക്കും അറിയാം. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ വേണ്ടി അങ്ങേരെ ഓഫീസിൽ ചെല്ലാൻ പറഞ്ഞാവും. ഞാൻ പോവില്ല കെവിനെ, എനിക്ക് അതിനുള്ള ധൈര്യമില്ല. അയാൾ എന്തെങ്കിലും ചോദിച്ചു തുടങ്ങും മുമ്പ് തന്നെ ഞാൻ ഒക്കെ അങ്ങ് സമ്മതിച്ചു പോകും. ഞാൻ പോകുന്നില്ല. നീ എന്തുകൊണ്ട് പോകുന്നില്ല? എടാ, പോകാതിരിക്കുമ്പോഴാ DVSPക്ക് സംശയം കൂടുന്നേ. നീ പോണം. അയാൾ ചോദിക്കുമ്പോൾ എന്തൊക്കെ പറയണമെന്ന് നമുക്ക് സംസാരിച്ച് റെഡിയാക്കാം. പോയി കൂളായിട്ട് ചോദിക്കുന്നതിന് മറുപടി കൊടുത്തിട്ട് വരണം. ഇല്ല, ഇവിടെ പറയുന്നല്ലോ എളുപ്പമൊന്നുമല്ല. ഇപ്പൊ തന്നെ അയാൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെന്നാ എന്റെ പേടി. എന്നാ പിന്നെ നീ പോണ്ട. അയാളെ വന്നേ പൊക്കിക്കൊണ്ട് പോട്ടെ. അകത്തു പോവാ. 14 വർഷം ഉണ്ട തിന്നാം. കെവിനെ, കൊന്നപ്പോ ആലോചിക്കണമായിരുന്നു ഇതൊക്കെ. കൂടെ നിന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. നീ എന്ത് വർത്താനായി പറയുന്നേ? കോളേജിലെ ചങ്കല്ലെന്ന് വെച്ചാ ഇങ്ങനൊരു ക്രൈമിൽ ഞാൻ ഇടപെട്ടെ. ഇതിപ്പോ എന്റെ ഭാവിയും കൂടി ഇല്ലാതാക്കുന്ന പരിപാടിയാ നീ കാണിക്കുന്നേ. എന്റെ പിള്ളേരും കൂടി ഇതിൽ പെടാൻ പോവുക. ദേഹത്ത് തുടരരുത് നീ. എടാ, ജയിലിൽ പോകുമ്പോഴും നിന്റെ സെല്ലിൽ ഞാൻ കിടക്കില്ല. എനിക്കിപ്പോ ആരുമില്ല. ഞാൻ ആരോടൊക്കെ പറയുക? ആരും വിശ്വസിക്കാൻ കൊള്ളില്ല. എന്താ ഡാ, ഞാൻ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പറഞ്ഞതാ. ഡാ, നിനക്കും എനിക്ക് ഒന്നും സംഭവിക്കില്ല. നിന്റെ കൂടെ ഞാനുണ്ടാവും. ഡാ, എടാ, എല്ലാം കൂടെ ആലോചിച്ചപ്പോ എനിക്ക് ടെൻഷനായി പോയടാ. സോറി കെവിനെ. ഡാ, നീ എന്നോട് സോറി ഒന്നും പറയണ്ട. നിന്റെ ടെൻഷൻ എനിക്കറിയാം. നിന്റെ സാഹചര്യത്തിൽ എത്തുമ്പോൾ ആരും ഇതുപോലെ വിഷമിച്ചു പോകും. ഡാ, ഒരു കാര്യം ചെയ്യാം. നിന്റെ കൂടെ ഞാനും വരാം. നീ കൂടെ വന്നാ എനിക്കൊരു സമാധാനം കിട്ടും. നമുക്ക് ഒരുമിച്ച് പോവാം. അതിനു മുമ്പ് നമ്മൾ തന്നെ ചോദ്യോത്തരങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കണം. ഏത് ചോദ്യം വന്നാലും നമുക്ക് പിടിച്ചു നിൽക്കണം. ശരിയടാ. നീ വണ്ടി കയറി.